അങ്ങനെ ഞങ്ങള് ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോകുന്ന ടൂർ എന്ന് പറഞ്ഞാല് ഞാന് ദുബൈയിലെത്തി. ഇത് ദുബൈ ആണ് കേട്ടോ. കൽബ ദുബായ്, ഷാർജയാണ് കൽബ. ദുബൈ എന്ന് നമ്മൾ പറയുമെങ്കിലും ഷാർജയിലാണ് കൽബ കേട്ടോ. നല്ല കൊടുമുടികൾ, മലകളൊക്കെ ആയിട്ട് അതൊക്കെ കാഴ്ചകളിലൂടെ കണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ യാത്ര ആവാം. ഇതൊക്കെ കണ്ടില്ലേ, അടിപൊളി റോഡില്ലേ. ഈ റോഡിന്റെ വ്യൂ ഇങ്ങനൊക്കെ കാണാൻ ഇതൊക്കെ നമുക്ക് ശരിക്കും ഇത് നമ്മൾ ഇങ്ങനെ കണ്ടു പോകുമ്പോൾ ഇതിന് നമുക്ക് ഒരു ഭംഗിയില്ല കേട്ടാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രെയിമിലൂടെ കാണുന്ന ഭംഗി നമുക്ക് നേരിട്ട് കാണുമ്പോൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ കേട്ടോ. ഫ്രെയിമിൽ അത് വലിയൊരു ബ്യൂട്ടിഫുൾ ഫീലിംഗ് ആണ് നമുക്കത് നൽകുന്നത്. നിങ്ങൾക്കും ആ ഒരു ഫീല് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, കിട്ടുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാരും താഴെ എന്റെ കമന്റ് മുങ്ങിപ്പോയി എന്ന് പറയുന്നുണ്ട്. ലങ്കാവതി പാസ്പോർട്ട് ഇല്ലാത്ത ഞാൻ ദുബായ് കണ്ടു. അതാണ് അപ്പൊ നമ്മളോടൊപ്പം ഇങ്ങനൊക്കെ കൂടിച്ചേർന്നിരിക്കുമ്പോ പാസ്പോർട്ടിന്റെ ആവശ്യങ്ങളില്ല എന്നുള്ളതാണ് സത്യമായ കാര്യം അല്ലേ ലങ്കാവതിയെ? പാസ്പോർട്ട് ഇല്ലാതെ നമുക്ക് ദുബായ് കാണാൻ പറ്റും, ദുബായിയുടെ ഓരോ മുക്കും മൂലയും കാണാൻ പറ്റും. നമ്മള് എപ്പോഴും ഫോട്ടോയിൽ കാണുന്ന ദുബായ് ഒന്നും ദുബായിയുടെ മെയിൻ ഭാഗങ്ങള് ആണ് എന്നതല്ലാതെ വേറൊന്നുമല്ല. ആ കമന്റ് ഞാൻ വായിച്ചു വിട്ടാ ലങ്കാവതി. ഇൻഷാ അല്ലാ എന്ന് പറയുന്നുണ്ട് ലങ്കാപതി. ഫൈസല് സച്ചിൻ പോയടാ കാരണം വന്നവരൊക്കെ ലൈക്ക് ചെയ്യാൻ മറന്നില്ലല്ലോ അല്ലെ. ഈ പച്ച വേലിയാണ്, വേലിക്കെട്ടാണ് കേട്ടോ. വേലിക്കെട്ട് കാണണ്ട, നമുക്ക് ഇങ്ങനെ കാണാം. വേലിക്കെട്ടിൽ നിന്ന് മാറാം. ഇതാണ് നമ്മുടെ സുമൻ ഭായ്, ഇത് നമ്മുടെ റസാഖ് ഭായ്. ഇവര് രണ്ടുപേരും ബംഗ്ലാദേശികളാണ്. ഞാൻ ഫ്രം ഇന്ത്യയാണ്. നിങ്ങളുടെ നാട്ടുകാരാണ്. അപ്പോ എനിക്ക് ഇപ്പൊ എന്റെ ഏറ്റവും വലിയ കൂട്ട് എന്ന് പറയുന്നത് ഇവര് രണ്ടുപേരാണ്. ഇവര് രണ്ടുപേരും ഞാൻ കൂട്ടായിട്ട് ഏകദേശം 16 വർഷത്തോളായിട്ടോ ഞാൻ ഇവരുമായിട്ടുള്ള ബന്ധം. ഈ 18 വർഷത്തിന് എനിക്ക് ഇങ്ങനെ യാത്രകൾ ഉണ്ടായിട്ടില്ല. ഇത്തവണ വന്നതിന് ശേഷം, ഫാമിലി നാട്ടിലായതിനു ശേഷം ഞാൻ ഇവരുടെ കൂടെയാണ് ഇപ്പൊ താമസം. മനസ്സിലായോ? ഇവരുടെ കൂടെ താമസമായപ്പോ ഞങ്ങൾ ഇങ്ങനെ കറങ്ങും. ഓരോ രാത്രികളും ഓരോ ദിവസങ്ങളും ഞങ്ങൾ ഇങ്ങനെ കറങ്ങും. ഇത് വലിയൊരു ടണലാണ് കേട്ടോ. ഇത് അൽ ഹയാർ ടണൽ എന്നാണ് ഇതിന്റെ പേര്. ഇത് കുഞ്ഞു ടണലാണ്, വലിയതല്ല. ഇതിനേക്കാൾ വലിയൊരു ടണല് നിങ്ങൾ കാണാൻ കിടക്കുന്നു. वो दूसरा टनल आएगा, कितना दूर थोड़ा देखना समझ लो है। ये छोटा है, इससे नेक्स्ट वाला बड़ा है, पत्थर का पहाड़ का नीचे। ആ ഇത് പാറ തുറന്നുണ്ടാക്കിയ ടണലുകളാണ്. നല്ല ഗ്രീനറി കണ്ടു കേട്ടോ. നമ്മളിങ്ങനെ പോകുന്ന യാത്രക്കിടയിലുള്ള കാഴ്ചകൾ നിങ്ങൾക്കായിട്ട് കാണിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാവണം എന്ന് നമ്മൾക്കൊരാഗ്രഹമുണ്ട്. കാരണം എല്ലാവർക്കും എല്ലാ കാഴ്ചകളും ചിലപ്പോൾ കാണാൻ പറ്റുന്നതായിരിക്കില്ല. പലരും പല ജോലികളിൽ സ്ഥലങ്ങളിലൊക്കെ നിൽക്കുമ്പോൾ എല്ലാ കാഴ്ചകളും എല്ലാവർക്കും എപ്പോഴും കാണാൻ പറ്റുന്നതൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനും ഈ പറയുന്നത് പോലെ എപ്പോഴും യാത്രകളൊന്നുമല്ല. നമ്മൾ ജോലിക്കിടയിൽ പോവേണ്ടതായ കാര്യങ്ങൾക്ക് പോകുമ്പോൾ അതിലൂടെ കാണുന്ന സംഭവങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. പച്ചപ്പ് കടന്നുപോയി. പിന്നെ വീണ്ടും നമ്മള് മൊട്ടക്കുന്നിലൂടെ കടക്കുകയാണ്. അറേബ്യൻ താറ്, ടൈഗറൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോ കമന്റുകൾ ചിലത് ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇതാവണ്ട, ഞാൻ വായിക്കുമ്പോ ഞാൻ ചില വിശദീകരണങ്ങൾ തരുന്നതിനിടയിൽ കമന്റുകൾക്ക് ചില ലാഗ് വരുന്നുണ്ട്. അപ്പൊ അത് ആരും വിഷമം വിചാരിക്കരുത്. ഇവിടെ താഴെ പാർക്കുണ്ട് അപ്പുറത്തെ സൈഡില്. അത് ഞാൻ ഇപ്പുറത്ത് നോക്കിയിരുന്നോണ്ട് അപ്പുറത്തെ സൈഡ് കണ്ടു കിട്ടിയില്ല. അതെ 120ലാണ്. അത് 140 നമുക്ക് പോകാൻ പറ്റും. പക്ഷെ ഇപ്പൊ 120 പോകാൻ പറ്റില്ല, ഇവിടെ സ്പീഡ് കുറഞ്ഞു. അപ്പൊ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്കായിട്ട് കാണിക്കുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. എല്ലാ സുഹൃത്തുക്കളും വന്ന് നമ്മുടെ വ്യൂവേഴ്സ് ആവട്ടെ. സബ് ചെയ്യാൻ പറ്റുന്നവർ സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെയൊക്കെ ആയിട്ട്